കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതോടുകൂടി നമ്മുടെ സംസ്ഥാനത്ത് മറ്റൊരു ഇലക്ഷൻ കാലം വന്നെത്തിയിരിക്കുകയാണ്. ഈ ഇലക്ഷനുകളിൽ മത്സരിക്കുന്നതിനുള്ള ഏറ്റവും ചുരുങ്ങിയ പ്രായം എന്താണെന്ന് നിങ്ങൾക്കറിയാം? അത് നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന തിരഞ്ഞെടുപ്പുകളെ പ്രധാനമായിട്ട് നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. അതിൽ ആദ്യത്തേത് ലോക്കൽ സെൽഫ് ഗവൺമെന്റുകൾ, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പുകൾ. നമ്മുടെ നാട്ടിലുള്ള പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ്. ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള ഏറ്റവും ചുരുങ്ങിയ പ്രായം 21 വയസ്സാണ്. സംസ്ഥാന നിയമസഭകളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വയസ്സ് നമുക്ക് പരിശോധിക്കാം. സംസ്ഥാന നിയമസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെടാനുള്ള ഏറ്റവും ചുരുങ്ങിയ പ്രായം 25 വയസ്സാണ്. അതായത് നമ്മുടെ സംസ്ഥാനത്ത് ഒരു മുഖ്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടാനുള്ള ഏറ്റവും ചുരുങ്ങിയ പ്രായം 25 വയസ്സാണ്. അടുത്തായി പാർലമെന്റ് തിരഞ്ഞെടുപ്പാണ്. അതായത് നമ്മുടെ ലോക്സഭ, രാജ്യസഭ എന്നിവയിലേക്കുള്ള ഒരു ലോക്സഭാംഗമായിട്ട് തിരഞ്ഞെടുക്കപ്പെടാനുള്ള ഏറ്റവും ചുരുങ്ങിയ പ്രായം 25 വയസ്സാണ്. എന്നാൽ രാജ്യസഭാംഗമാകാനുള്ള ചുരുങ്ങിയ പ്രായം 30 വയസ്സാണ്. അതായത് നമ്മുടെ രാജ്യത്തെ ഒരു പ്രധാനമന്ത്രി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടാനുള്ള ഏറ്റവും ചുരുങ്ങിയ പ്രായം അത് 25 വയസ്സാണ്. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ രാജ്യത്ത് നടക്കുന്ന രണ്ട് പ്രധാന ഇലക്ഷനും കൂടിയുണ്ട്. അതാണ് രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും തിരഞ്ഞെടുപ്പ്. രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയുമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള ഏറ്റവും ചുരുങ്ങിയ പ്രായം എന്നുള്ളത് 35 വയസ്സാണ്. അപ്പോൾ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏറ്റവും ചുരുങ്ങിയ പ്രായം എല്ലാവരും ഓർത്തിരിക്കുമല്ലോ.